ഇവിടെ മരണത്തിന് ശേഷം, മരണം നമുക്ക് സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, അതിനുശേഷമുള്ള ലോകത്തിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖബറാണ്, ബർസഖിയായ ജീവിതമാണ്. നമ്മൾ വിട്ടങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മയില്ല, ഉപ്പയില്ല, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, കൂട്ടുകാരില്ല, കൂട്ടുകാരികളില്ല, കാമുകനില്ല, കാമുകിയില്ല, നമ്മുടെ മൊബൈലില്ല, ആരുമില്ല. ആരെങ്കിലും ഇവിടെ മയ്യത്ത് കുളിപ്പിച്ചിട്ടുണ്ടോ? മയ്യത്ത് കുളിപ്പിക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കാൻ ശ്രമിച്ച വേറെ ആരെങ്കിലും ഇല്ല. മയ്യത്ത് ഖബറിൽ വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? സാധിക്കുള്ളൂ. ഏതെങ്കിലുമൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്നതിൽ വെള്ളം എടുത്തു കൊടുക്കാനൊക്കെ ആണെങ്കിലും ഒന്ന് പോയി നിന്ന് നോക്കണം. നമ്മുടെ കിടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ കൈയും കാലൊക്കെ വേറെ ആളുകൾ വന്നിട്ട് ഇതിന്റെ കൈയാണ് ഇതിന്റെ കാലാണെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അവരെന്ത് ചെയ്യും? അവരെ ഇഷ്ടത്തിന് അതെടുത്ത് മാറ്റിയിട്ട് കഴുകലും അങ്ങോട്ട് തിരിക്കലും ഇങ്ങോട്ട് തിരിക്കലൊക്കെ ആയിട്ട് ചെയ്യും. അങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. കാരണം എന്തിനാ? ഇപ്പൊ ഖബർ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്തിനാ? പരലോകത്തെ ഓർമ്മിക്കാനാണ്, മരണത്തെ ഓർമ്മിക്കാനാണ്, ഇതുപോലൊരു ദിവസം നമുക്ക് വരാനുണ്ടെന്ന് അറിയാനാണ്. അപ്പൊ ഖബറിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനുണ്ട് എന്നുള്ളത്. മരണം ഉറപ്പാണ്, ഈ ഖബർ ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാൽ ആവിയായി പോകുന്നില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആവിയായി പോകുന്ന അവസ്ഥയൊന്നും മനുഷ്യനില്ലല്ലോ. ഖബറിൽ നമ്മൾ കിടക്കും. അവിടെ നമ്മൾ ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും കൂടി ഒരു യാത്രയും മറ്റും അങ്ങനെ പോകുന്ന സന്ദർഭത്തില് കുറച്ച് അപ്പുറത്ത് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നത് കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, അവിടെ എന്താന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ സ്വഹാബികൾ അന്വേഷിച്ചിട്ട് പറഞ്ഞു, അവിടെ ഒരു ഖബർ കുഴിക്കുകയാണ്. ഒരാൾ മരണപ്പെട്ടിട്ട് അയാളുടെ മയ്യത്ത് മറമാടാൻ വേണ്ടി ഖബർ കുഴിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര പേടിച്ച അവസ്ഥയിലായി. ഭയങ്കര പേടി കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം പോയിട്ട് അതിന്റെ അടുക്കൽ ചെന്നിട്ട് ആ ഖബറിന്റെ ഒരു അറ്റത്തായിക്കൊണ്ടിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് താടി നനഞ്ഞ് മണ്ണിലേക്ക് കണ്ണീരൊറ്റുന്ന അവസ്ഥയിൽ അത്ര ഇതിൽ കരയാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദ്ദു. എന്റെ സഹോദരങ്ങളെ, ഇതുപോലൊന്നിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളിയെന്ന്. തന്റെ സ്വത്തോ സമ്പത്തോ സമ്പാദ്യമോ തന്റെ മാതാപിതാക്കളോ കൂട്ടുകാരോ മക്കളോ ആരും ഒപ്പമില്ലാത്ത വെറും 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, വസ്ത്രാലങ്കാരങ്ങളില്ല, ഒന്നുമില്ല, ആ ഖബറിൽ വെക്കപ്പെടുന്ന ഒരു ദിവസത്തെ അതിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കോളിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തും. നമ്മുടെ അമലല്ലാതെ ഒന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, 3 കാര്യങ്ങൾ ഒരു മയ്യത്തിനെ പിന്തുടരുക: അവന്റെ അഹ്ല്, അവന്റെ മാല്, അവന്റെ അമല്. അവന്റെ കുടുംബം, അവന്റെ സമ്പത്ത്, അവന്റെ അമലുകള്. കുടുംബം സമ്പത്തും മയ്യത്ത് മറമാടിയിട്ട് തിരിച്ചായിട്ട് പോരും. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്റെ മോൻ മരിച്ചതുകൊണ്ട് മോന്റെ ഒപ്പം ഞാനും ഖബറിൽ കിടക്കാന്ന് പറയണ വാപ്പാനെ? അല്ലെങ്കിൽ എന്റെ ഭാര്യ മരിച്ചുകൊണ്ട് എന്റെ ഭാര്യയുടെ ഒപ്പം ഞാനും കിടക്കാന്ന് പറഞ്ഞ ഭർത്താവിനെ? അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു ഭർത്താവിന്റെ ഒപ്പം ഞാനും കിടക്കാന്ന് പറഞ്ഞ ഭാര്യനെ? ഇല്ല, ആരും ഉണ്ടാവൂല. ഞാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ അവരൊപ്പം ഒരു ഉപകാരം ചെയ്യുന്ന അവസ്ഥയിൽ ഉണ്ടാവൂല. എന്നിട്ട് പിന്നെ നബിസ്വല്ലല്ലാഹു പറയാണ്, അമല് മാത്രമേ അവിടെ ബാക്കിയാവുള്ളൂ, ബാക്കിയൊക്കെ അങ്ങോട്ട് പോരുന്നു. അമല് മാത്രമേ അവിടെ ബാക്കിയായിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ അങ്ങോട്ട് പോരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ പാപങ്ങളാണ് ചെയ്തു കൂട്ടിയത് എങ്കിൽ, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്തത് എങ്കിൽ, അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ, നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും?